വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കാനപ്പുഴയ്ക്കാണ്. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്, നീയ പോകുന്നുണ്ട്, റിയ പോകുന്നുണ്ട്, ഉമ്മ പോകുന്നുണ്ട്, ഉമ്മ ഉണ്ട്, സോനുണ്ട്, മോനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 സ്കൂട്ടിയിലാണ് പോകണേ. ഒന്ന് കുട്ടുവിൻ്റെയും പിന്നെ ഞങ്ങളുടെയും പിന്നെ മോനിക്കാക്കുവിൻ്റെയും സ്കൂട്ടിയാണ്. ഞങ്ങൾ 3 ആൾക്കാർ, എത്ര ആൾക്കാരറിയില്ല. അപ്പൊ ഗൈസ് അവര് പോയി കഴിഞ്ഞ് ഞങ്ങൾ ഇനി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കാനപ്പുഴ കനാലെത്തി. വെള്ളം കൂടുതലുണ്ട്, വെള്ളത്തിന് എന്ത് സ്മെല്ലൊക്കെ ഉണ്ട്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയില്ല. കാനപ്പുഴ ഡാം എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോനിക്കാക്കും ടുട്ടും മുന്നിലാണ് പോണത്, ഞങ്ങളാണ് ബാക്കിൽ നിൽക്കണത്. ആർക്ക് നിങ്ങൾ കാനപ്പുഴ ഡാമിക്ക് പോയവർ കമൻറ്റ് ചെയ്യണേ. ഇനി കാണാൻ പോകുന്നത് എൻ്റെ വാപ്പച്ചിൻ്റെ തുണക്കാരന്മാരും കൂടി മല കയറിയിട്ടുള്ള മലയാണ് കാണണത്. എൻ്റെ വാപ്പച്ചി ആ മലയുടെ മുകളിൽ വരെ കയറിയിട്ടുണ്ട്. നല്ല രസമാണ് അടിയിലേക്ക് നോക്കുമ്പോൾ. ഇനി ഞാനും വലുതായിട്ട് ഞാനും വാപ്പച്ചിയും കയറി ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ എത്തിയപ്പോഴാണ് അറിയണത് ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ടില്ല. അതാണ് ഇങ്ങനെ വെള്ളമില്ലാത്തത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രക്കും വെള്ളമില്ലാതെ കാണുന്നത് കാനപ്പുഴ ഡാം. അത് കാണണതാണ് ഡാമിൻ്റെ ഷട്ടർ. അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാട്ടോ പാർക്ക്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ കാനപ്പുഴ ഡാമിൽ വന്ന് നോക്കിയപ്പോൾ തീരെ വെള്ളമില്ല, ഡാമും തുറന്നിട്ടില്ല. എനിക്ക് തോന്നുന്നുണ്ട് അവിടേക്ക് തുറന്നിട്ടിക്കാണ്. തീരെ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ തീരെ വെള്ളമില്ല. അതാണ് കാണുന്ന പാർക്ക്. അവിടെ അതിൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത്. കടയിൽ ഞങ്ങൾ 3 ഓക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ ഇനി അടുത്ത് ഗാർഡനിലേക്കാണ് പാർക്കിലേക്കാണ് പോകുന്നത്. ഒത്തിരി ഇവിടുത്തെ ഭാഗം കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താ ഒരു നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് നോക്കാം എന്താണ്. ലാസ്റ്റ് വരുമ്പോൾ കഴിക്കും. അപ്പോൾ ഗൈസ് റിയ ഉറങ്ങിയിരുന്നു. റിയ ഉറക്കത്തിൽ നിന്ന് നീച്ചിരിക്കുകയാണ്, കരയാണ്. ഇമ്മാൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് റിയ കരയാണ്. അങ്ങനെ മമ്മ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ പാർക്കൊക്കെ കയറുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല ചെടികളും പൂക്കളും കുറേ ഉണ്ടായിരുന്നു. മമ്മ ഇതൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ടെന്ന് പറയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മുത്തുക്കാക്കും മോനിക്കാക്കും അവർ സംസാരിച്ച് പോകുന്നുണ്ട്. ഞങ്ങളത് ഓക്കെ ഒക്കെ കഴിച്ച് നടക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ ആദ്യം വിചാരിച്ചത് ഞങ്ങൾ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പാർക്കൊക്കെ കയറാമെന്നാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇരുന്നിട്ട് കളിക്കാൻ പോവാന്ന് വിചാരിക്കുകയാണ്. അതിന് പറ്റിയുള്ളൊരു സ്ഥലം ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാനപ്പുഴ പോയപ്പോൾ അവിടെ അടുത്ത് ഒരു കുളം എത്തി. മഴക്കാലം ആകുമ്പോൾ അവിടെ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടാവും. ഇതിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടാവും കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്നതിന് ശേഷം
ഞങ്ങൾ കുട്ടികൾ കളിക്കുന്നതിൻ്റെ പാർക്കൊക്കെ എത്തി. ഇപ്പോൾ വെക്കേഷൻ കൊണ്ടായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഞാനും നീയേ സീസയിൽ കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ റിയാടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നീച്ചപ്പോൾ അവള് പാർക്ക് കണ്ടപ്പോൾ അന്തോ വിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല വാശിയാണ്. അവൾക്ക് ഉമ്മാനെ തന്നെ വേണം. അവൾക്ക് നല്ല വാശിയാണ് ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അവളെ കളിക്കാൻ വേണ്ടി വിളിച്ചു. ഞങ്ങൾ അതിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഓള് അതിൽ കയറാൻ നോക്കി, പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തിരിച്ച് വന്നു. അപ്പോൾ ഓൾക്ക് ഇഷ്ടമുള്ള ഇതാണ്. ഇതിലാണ് എപ്പോഴും ഓള് കയറി കളിക്കാറുള്ളത്. ഓൾക്ക് ഇതിൽ കളിക്കുന്നതാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഓളായിരിക്കും മോൾക്ക് കയറിയിട്ടുണ്ട്. താഴത്തേക്ക് വരാൻ പോവുകയാണ്. സോനിക്കാക്ക് ഓളെ പിടിക്കാൻ വേണ്ടിയിട്ട് താഴത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓൾ താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓളെ ആദ്യം ഒരു വട്ടം പിടിച്ചു കഴിഞ്ഞാൽ ഓള് കയറി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും. അതിൻ്റെ ഇടയിൽ നീയും വന്നിരിക്കുന്നുണ്ട്, ഞാനും വന്ന് പോകുന്നുണ്ട്. ബാക്കിൽ സോനിക്കാക്കും റിയാനെ കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ മുന്നിൽ റിയാനെ പിടിക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ റിയ ഒറ്റയ്ക്ക് മുകൾക്ക് കയറി വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം കളിച്ചൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ഐസ്ക്രീം വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരെ പോകാൻ പോവാണ്. നമുക്ക് അവിടെ എത്തിക്കാം. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിന് ദാഹിച്ചതുകൊണ്ട് ഞങ്ങളൊരു അടുത്തൊരു ഹോട്ടലിൽ കയറിയിട്ട് വെള്ളമൊക്കെ കുടിക്കുകയാണ്. വെള്ളം പറഞ്ഞിക്കോണു മുത്തുക്കാക്കോ. ഇനി സ്നാക്സൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് മുട്ടയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.